ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇവൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് നമ്മുടെ ബോട്ടിൻ്റെ റോക്കേഴ്സ് 235 Pro എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ സംഭവം. ഇത് വാങ്ങിക്കാനൊരു റീസൺ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ബഡ്സ് ഒരു 2 എണ്ണം ഉണ്ട്, അതായത് ഇയർ ബഡ്സ് 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് എന്നാണ്, ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അവൻ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത് രണ്ടും എൻ്റെ കാതിൽ ഇയറിൽ സ്യൂട്ട് ആവുന്നില്ല, എത്ര വെച്ചിട്ടും അത് കറക്റ്റ് ഇരിക്കുന്നില്ല. അപ്പോൾ ചിലർ പറഞ്ഞ് ടിപ്പ് ചെറിയ റബ്ബറിൻ്റെ അത് മാറ്റിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സ്യൂട്ടായിട്ടിരിക്കും. ഞാൻ മാറ്റിയൊക്കെ നോക്കി, പക്ഷേ എന്തോ എനിക്കറിയില്ല, അതിൻ്റെ സൈസൊക്കെ നമ്മുടെ ഇയറിനനുസരിച്ച് നമ്മൾ സ്മോൾ വാങ്ങിക്കണമായിരിക്കും. പക്ഷേ അതിൽ വേറൊരു പ്രശ്നമുണ്ടായിരുന്നു. ഞാനിത് വാങ്ങിച്ചാലും ശരിയാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ഞാൻ ഹെൽമെറ്റിൻ്റെ അകത്ത് ഇത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ കോൾ റൈഡിങ്ങിൽ എടുക്കില്ല, കോൾ വരുമ്പോൾ വണ്ടി ഒതുക്കിയിട്ട് ഹെൽമെറ്റ് എപ്പോഴും ഊരുണ്ടല്ലോ, വെച്ചിട്ട് അവിടെ വെച്ച് തന്നെ കോൾ എടുത്തിട്ട് സംസാരിച്ചിട്ട് പോകുന്നൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഈ ഹെൽമെറ്റ് ഞാൻ ഒരു കടയിൽ ചെന്നിട്ട് ഊരിയപ്പോൾ ഞാൻ കടയിൽ ചെന്നതിന് ശേഷം എൻ്റെ കോൾ വന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇതെടുത്തപ്പോൾ കാണാനില്ല. ഇയർബഡ്സ് എൻ്റെ കാതിൽ നിന്ന് പോയി സംഭവം. ഹെൽമെറ്റ് ഊരിയപ്പോൾ അതിൻ്റെ കൂടെ പോയതാണ്. ഞാൻ പെട്ടെന്ന് ഓടി നമ്മൾ വണ്ടിയുടെ അടുത്ത് നിന്നപ്പോഴത്തേക്കും താഴെ കിടക്കുക. കുറച്ച് താമസിച്ചെങ്കിൽ അത് പോയനായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതിങ്ങനെ ഊരിപ്പോകുന്നൊരു പ്രശ്നമുണ്ട്, നമ്മൾ അറിയുന്ന പോലില്ല. അങ്ങനെയാണ് ആലോചിച്ചത് ഈ ഒരു സംഭവം ഞാൻ മേടിക്കാമെന്നുള്ളൊരു തോട്ടിലെത്തിയത്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. എന്നെ അതിശയിപ്പിച്ചു അതല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു മാസം അടുപ്പിച്ചാവാറായി. പക്ഷെ അതിശയിപ്പിച്ചത് ഇതിൻ്റെ റിവ്യൂ. നിങ്ങൾ ആ ഫ്ലിപ്കാർട്ടിലോ എനിക്ക് തോന്നുന്നു ഏതിൽ നിന്നാണ് ഇത് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ലിങ്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, അതിൽ നിന്ന് വാങ്ങിച്ചത് നിങ്ങൾ. അപ്പോൾ ഇത് ഞാൻ ഏതിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് ഇപ്പോൾ എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അതിൽ ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് 1 ലക്ഷത്തിന് മുകളിലോ ഉണ്ടായത്. എത്ര ലക്ഷമായിരുന്നു ഇതിൻ്റെ റിവ്യൂ? 2 1 ലക്ഷമോ ഒക്കെയാണ് ഇതിൻ്റെ റിവ്യൂ തന്നെ ഉള്ളത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ റിവ്യൂ ഇത്രയാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്ത ആളുടെ എണ്ണം എങ്ങനെയായിരിക്കും? അതോ ഇനി ആ റിവ്യൂവിൽ എന്തെങ്കിലും സ്കാം ഉണ്ടോ അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ എന്തൊക്കെയാലും ഞെട്ടിപ്പോയി. എൻ്റെ അറിവിൽ നമ്മൾ ആ റിവ്യൂ ഇടുന്നത് ഇത് വാങ്ങിച്ച ആൾക്കാരായിരിക്കുമല്ലോ റിവ്യൂ ഇടുന്നത്. ഓക്കെ, എന്തൊക്കെയായാലും ഇനി അടിപൊളി സാധനം, ഒരു രക്ഷയില്ല. അത് പറഞ്ഞിട്ട് തന്നെ ഇത് തുറക്കാം. അപ്പോൾ എന്തൊക്കെയായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് അടുത്ത പരിപാടി നോക്കാം. ഓൾറെഡി ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാക്കിങ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓൺലൈനിൽ കൊണ്ടുവന്നപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല, അവിടെ ഇവിടെയൊക്കെ ചളുങ്ങി ചുടുങ്ങിയൊക്കെയാണ് ഇരുന്നത് ഒരു സാധനം. പക്ഷേ ഇത്രയും സ്റ്റിൽ വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇത് ഇങ്ങനെ ഒരു കവറിനകത്ത് ഇങ്ങനെയാണ് ഈ ഒരു ഐറ്റം നമുക്ക് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു ഐറ്റം നമുക്ക് വരുന്നത്. ഓക്കെ, ഇത് പതുക്കെ നമുക്ക് എടുക്കാം. ഇത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് പതുക്കെ ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ ഈ ടിപ്പ് ഉണ്ടല്ലോ, ഈ ടിപ്പ്, ഈ റബ്ബർ ടിപ്പ് ഞാൻ സ്മോൾ ആക്കിയതാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 2 എക്സ്ട്രാ വരുന്നുണ്ട്, അതിൽ നിന്ന് ആക്കിയതാണ്. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് അതിനകത്ത് മാറ്റിയിട്ട് വേറെ എന്തൊക്കെയാണ് ഉണ്ടെന്ന് നോക്കാം അതിനകത്ത് കേട്ടോ. അതിനകത്തൊരു വേറൊരു ബ്ലാക്ക് കവറ്, കുറച്ച് പേപ്പറും വരുന്നുണ്ട്, നോക്കാം. അത് ഈ ബോക്സ് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് ഇതേ വരുന്നത് ഇതിനകത്ത് ഒരു യൂസർ മാനുവൽ. ആസ് യൂഷ്വൽ എല്ലാത്തിനും വരുന്നത് പോലെ ഒരു യൂസർ മാനുവൽ. ഇതിൽ വലുതായിട്ടൊന്നും നോക്കാമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബട്ടൺസിൻ്റെ ഓപ്പറേഷൻസ് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കാം, മാറ്റി വയ്ക്കാം. സെക്കൻഡ്ലി അടുത്തത് വരുന്നത് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ വാറണ്ടി കാർഡ് കണക്കൊരു സെറ്റപ്പ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടി കാർഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ചീത്താവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം 1 വർഷമാണ് ഒരു നമ്മുടെ മാനുഫാക്ചറിങ് വാറണ്ടി കൊടുത്തിരിക്കുന്നത്. ഈ 1 വർഷം എന്തൊക്കെയായാലും ഇതിന് കേട് വരത്തില്ല. ഇങ്ങനെയുള്ള ബ്രാൻഡിൻ്റെ ഉപയോഗം അതാണ്. എന്തെങ്കിലും ആ 1 വർഷത്തേക്ക് നിങ്ങൾ പേടിക്കേണ്ടി വരത്തില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതും മാറ്റി വയ്ക്കാം. അടുത്തത് ഇതിനകത്ത് ബോട്ടിൻ്റെ കുറേ സ്റ്റിക്കർ നമുക്ക് നമ്മുടെ ഇതിലോ എന്തെങ്കിലും മൊബൈലിലോ ഒക്കെ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിന് കുറച്ച് സ്റ്റിക്കറുകൾ അവർ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കേബിൾ. എനിക്ക് ഇതിലാണ് ഒരു സങ്കടം തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ, പക്ഷേ അവരുദ്ദേശിച്ചതായിരിക്കും, നമ്മൾ ചുമരിൽ പ്ലഗ് കുത്തിയിട്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ കൊടുത്താൽ ഹെഡ്സെറ്റ് ഇങ്ങനെ അതിൽ തൂങ്ങിക്കിടന്നോളും എന്നുള്ള കോൺസെപ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിൽ ഹെഡ്സെറ്റ് ആ ചാർജറിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അവരുദ്ദേശം തോന്നുന്നു. പക്ഷേ
ഈ ലെങ്ത് കണ്ടോ നിങ്ങൾ? എൻ്റെ ഒരു കൈയുടെ അത്രയേ ഉള്ളൂ, കണ്ടോ? ഇത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമായി പോട്ടെ. ഇത് കുറച്ചും കൂടി ലെങ്ത് വേണമെന്ന് തോന്നി. പിന്നെ വിഷയമില്ല, നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല. എപ്പോഴും ഞാൻ എൻ്റെ ചാർജർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടി ലെങ്ത് ആയിരുന്നെങ്കിൽ യൂസ്ഫുൾ ആയിരുന്നു എന്നെനിക്ക് തോന്നി കേട്ടോ. ഇതിൽ മാത്രം ഒരു ചെറിയൊരു പോരായ്മ. പക്ഷേ ഈ ബഡ്ജറ്റിൽ അവർ ഇതെങ്കിലും തരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഓക്കെ, ഇത് ടിപ്സ്. ഇതിൻ്റെ ടിപ്സ് എന്ന് തന്നെ ടിപ്പെന്നാണ് ഇതിനെ പറയുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. ഇതിൽ 2 ജോഡി എക്സ്ട്രാ വരുന്നുണ്ട്. ഇതിൽ വലുതാണ് എൻ്റെ കിടന്നത്, അത് ഞാൻ മാറ്റിയിട്ട് സ്മോൾ ആക്കിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിത്രയും കൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ഐറ്റം നമ്മുടെ ഹെഡ്സെറ്റ്, നമ്മുടെ ഈ നെക്ക് ബാൻഡാണ്. അപ്പോൾ ഇതിൽ 3 നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, കണ്ടോ, 3 സ്വിച്ച് വരുന്നുണ്ട്. എല്ലാത്തിലും വരുന്ന പോലെ തന്നെ നമ്മൾ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺസ് 2 അപ്പുറം വരും. ഇത് പ്ലേ ആൻഡ് പോസ് ചെയ്യുന്ന ബട്ടൺ, കോൾ ചെയ്യുമ്പോൾ കോൾ എടുക്കാനും കട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ബട്ടൺ ഇതാണ്. പിന്നെ നിങ്ങളൊരു ഓഡിയോ പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞെക്കുമ്പോൾ വീണ്ടും ആ ഓഡിയോ പ്ലേ ആവും. അങ്ങനെയുള്ളൊരു പോസിങ് കട്ടിങ് എല്ലാത്തിനുള്ളൊരു പവർ സ്വിച്ചാണിത്. അതുപോലെ തന്നെ പവർ സ്വിച്ചും ഇത് തന്നെയാണ്. ഇത് ഓണാക്കുന്ന പവർ സ്വിച്ചും ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം, ഇങ്ങനൊരു അഡ്ജസ്റ്റബിൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അഡ്ജസ്റ്റബിൾ കണ്ടോ? ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം നമ്മൾ ഇങ്ങനെ ആക്കും തുറന്നേ കണ്ടോ? ഇതിലൊരു ടാഗാണ് കൊടുത്തിട്ടുണ്ട്. ഈ സാധനം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് വലിച്ചൂരി ഇങ്ങനെ എടുക്കാം. കണ്ടോ? വലിച്ചൂരി എടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അതായത് നമുക്ക് ആവശ്യത്തിന് ഇതിന് പുറത്തെടുക്കാം. തിരിച്ച് നമ്മൾ അതുപോലെ ആക്കുമ്പോൾ ഇത് തിരിച്ച് കയറി കറക്റ്റ് പോയിരിക്കും. കണ്ടോ? തിരിച്ച് പോയി കറക്റ്റ് അവിടെ ഇരുന്നോളൂ. നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരെണ്ണം ബാക്കിലിട്ടാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നെക്ക് ബാൻഡ് ഇടുമ്പോൾ അതങ്ങ് ബാക്കിൽ കിടന്നോളും. ഒറ്റ അടിച്ചിട്ട് മതിയെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിക്കാം. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ രണ്ടും നമ്മൾ തിരിച്ച് വയ്ക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയർ ഡാമേജ് ആവാനൊക്കെ സാധ്യത ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിനകത്തൂടെയാണ് അത് കയറി ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതിനകത്ത് ഇങ്ങനെ കയറി ഇരുന്നോളും. ഞാൻ വെച്ചത് പിന്നെ പോകുമെന്നാണ് നോക്കി. പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ. അത് പീൽ ചെയ്തിങ്ങനെ എടുക്കാം. ജസ്റ്റ് നമ്മൾ തിരിച്ചിങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് അകത്തോട്ട് കയറി അങ്ങ് പോകും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബോട്ടിൻ്റെ ഒരു സിമ്പൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരെ ലോഗോ ടൈപ്പ് ചെയ്തൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്. ഈ ഒരു സാധനമല്ലേ, ഇതാദ്യം എനിക്ക് മനസ്സിലായില്ല സത്യത്തിൽ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്തിനുള്ളതാണെന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. കഴുത്തിലിട്ടാലേ അത് കാണിച്ചു തരാൻ പറ്റും. ഈ കൊമ്പാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കൊമ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, ഇത് കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഈ ഒരു കൊമ്പ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കോമഡി ആയിരിക്കും കാണുമ്പോൾ കേട്ടോ. അത് വാങ്ങിക്കാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ജസ്റ്റ് ഇത് നിങ്ങൾ കാതിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതിനകത്തോട്ട് ഇത് കയറ്റി വയ്ക്കും. കണ്ടോ? നമ്മൾ ഈ കാതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് കയറിയിരിക്കും. എനിക്ക് സത്യത്തിൽ ഇത് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. എനിക്കിത് കറക്റ്റ് അറിയില്ലായിരുന്നു എവിടെ ഇരിക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കാതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ രണ്ടാമത്തെ മടക്ക്, ഈ ഷേപ്പിനകത്ത് ഇത് കയറ്റി വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, ഈ സാധനം പിന്നെ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇതിങ്ങനെ ഇരുന്നോളൂ. അത് സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചൊരു സംഭവമാണ് ഈ ഒരു കാര്യം. പിന്നെ നമ്മൾ ഇവിടെ ഞെക്കി ഇത് ഓൺ ചെയ്യണം. കാണിച്ചു തരാം. കണ്ടോ? ഇവിടെ ലൈറ്റ് കത്തുമ്പോൾ അത് ഓണായി. ഇത് കണക്റ്റ് ആവാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മൾ ബ്ലൂടൂത്ത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഈ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. നീല ചുവപ്പ് ഇങ്ങനെ മാറി കത്തിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും സിംഗിൾ ബ്ലൂ ലൈറ്റ് ആവും. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഐഡൻറ്റിഫിക്കേഷൻ മാർഗം ഓണായി നിൽക്കുവാണെന്നുള്ളത്. ഇനി ഇത് വച്ച് ക്യാപ്പിച്ച് തരാനൊന്നും പറ്റില്ല. ഇത് പുറത്ത് അധികം നോയ്സ് ഒന്നും വരത്തില്ല. ചെറിയ രീതിയിൽ നമ്മൾ ഒരുപാട് സൗണ്ട് ഇട്ട് കേട്ട് കഴിഞ്ഞാൽ അടുത്ത് ചെറിയ രീതിയിലൊന്ന് കേൾക്കാൻ പറ്റും. അല്ലാതെ ഒരുപാട് ലൗഡായിട്ട് പുറത്തൊന്നും വരത്തില്ല. അതുപോലെ തന്നെ സറൗണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം പക്കയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കറിയില്ല, ഈ ബഡ്ജറ്റിൽ ഇത് അമേസിങ് എന്നേ പറയാൻ പറ്റും. അടിപൊളി ഒരു സാധനം. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് ബാറ്ററി ലൈഫ്. എല്ലാവർക്കും അറിയേണ്ട കാര്യം അതാണ്. ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ബാറ്ററി ലൈഫ് എന്നുള്ളത്. നമ്മുടെ ചെവിയിൽ വയ്ക്കുന്ന ചെറിയ ബഡ്സിലെ ഇയർബഡ്സിനെ അപേക്ഷിച്ച്
വമ്പൻ ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വെച്ചിരിക്കുന്ന ബാറ്ററി ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. മറ്റേതിൽ അറിയാലോ ചെറിയൊരു ബാറ്ററി കപ്പാസിറ്റി നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അതിലും നല്ല ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതായത് ത്രൂ ഔട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസത്തിൽ കുറച്ച് നേരം കണക്ട് ചെയ്ത് പാട്ട് കേൾക്കുക, പിന്നെ അങ്ങനെ സാധാ നോർമൽ യൂസിൽ കോൾ അറ്റൻഡ് ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഫുൾ ചാർജിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചാൽ എനിക്ക് പിറ്റേ ദിവസമൊക്കെ ഇതിൻ്റെ ചാർജ് നിന്നിട്ടുണ്ട്. പിറ്റേ ദിവസം രാത്രി 2 ദിവസമൊക്കെ എനിക്ക് നിൽപ്പുണ്ട്. എൻ്റെ യൂസ് അങ്ങനെയാണ്. ചിലപ്പോൾ ഇനി അത്രയും യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് ചാർജ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ദിവസത്തേക്ക് ചാർജ് ചെയ്യേണ്ടി വരത്തില്ല ഈ ഒരു സാധനം. അത് എന്ത് മാജിക് ആണെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഉപയോഗിക്കുന്നത് കുറവായത് കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അത് കുറഞ്ഞിട്ടാണോ ചാർജ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ബെറ്റർ. അപ്പോൾ ഇത്രയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സാധനത്തെ പറ്റി പറയാനുള്ളത്. ബോട്ടിൻ്റെ കമ്പനി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ വിശ്വസിക്കാം. എല്ലാവർക്കും ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ബോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി പറയണം തോന്നി, കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് പറയണം തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. അതുകൊണ്ട് ഞാൻ പറയാത്തത്, ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു. എനിക്ക് തോന്നുന്നു 700, 750, 800, അണ്ടർ 800 800 അതിൻ്റെ താഴെയാണ് ഇത് നിൽക്കുള്ളൂ. അല്ലാതെ അതിന് മുകളിലോട്ട് പോകത്തില്ല. ഞാൻ അങ്ങനെ എന്തോ ആണ് വാങ്ങിച്ചത്. എനിക്കിന്ന് 800, 750 അങ്ങനെ എന്തോ ആണ്, എനിക്കറിയില്ല, മറന്നുപോയി. കുറച്ച് നാളായി, ഞാൻ പറഞ്ഞില്ല, ഒരു മാസമായിട്ട് ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.